Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. നമ്മുടെ കൗണ്ട് വളരെ കുറവാണല്ല, 19 പേരായിട്ടുള്ളൂ. ഇതെന്ത് പറ്റി എല്ലാവർക്കും? ഓക്കെ, ഇനി വരുന്നവര് വരട്ടെ, നമുക്ക് തുടങ്ങാം. നമുക്ക് സമയമില്ല, നമുക്ക് പോർഷൻസ് എക്സാമിന് മുമ്പ് എടുത്ത് തീർക്കണം. നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മള് എടുത്തത് ഡിസാസ്റ്റർ ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണം. ഓക്കെ ഓക്കെ, നമ്മൾ അതില് എവിടം വരെയും പറഞ്ഞു? മേജർ ഡിസാസ്റ്റർ എടുത്തോടത്തോളം വരെയും കുഴപ്പമില്ല. ഇനി നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ, അത് കുറച്ച് പറഞ്ഞെങ്കിലും നമുക്കത് കറക്റ്റ് ക്ലിയർ ആയില്ല അല്ലേ? ഇനി അതല്ലേ എടുക്കേണ്ടത്? ഓക്കെ, എടുത്തോടത്തോളം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ എടുത്തോടത്തോളം? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. സമയം കളഞ്ഞാല് അത്രയും നമുക്ക് പോർഷൻസ് പെൻഡിങ് ആവും. ഓക്കെ, നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. എന്താ ഹോസ്പിറ്റലില് ഈ ദുരന്ത നിവാരണ പദ്ധതിയുടെ പ്ലാൻ ആവശ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഹോസ്പിറ്റലില് സ്ക്രീൻ ഷെയർ ചെയ്തെന്ന് കാണാൻ പറ്റണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നമ്മൾ ഇത്ര നേരം പലതരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. ചുഴലിക്കാറ്റായാലും വെള്ളപ്പൊക്കമായാലും എർത്തുപോക്കായാലും അങ്ങനെ ഒരുപാട് ഡിസാസ്റ്റർ കണ്ടു. ഹോസ്പിറ്റലിലെ ഡിസാസ്റ്ററിന്റെ ആവശ്യം എന്താണ്? ഈ ഡിസാസ്റ്ററും ഹോസ്പിറ്റലും തമ്മിൽ എന്താ ബന്ധം? അതിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. എന്താ ഹോസ്പിറ്റലിൽ ഇതിന്റെ ആവശ്യം? ഹോസ്പിറ്റൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലില് പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ റോള് എന്ന് വെച്ചാല് ഹോസ്പിറ്റലില് ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. എന്താ? ഈ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. ഹോസ്പിറ്റലിലെ ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളില് ഹോസ്പിറ്റലില് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ എന്താ? ബേസ്, മറ്റേ അടിസ്ഥാന സൗകര്യം. കറക്റ്റ് ആ ഒരു സാധാരണ ലെവലിൽ ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ വേണം എന്നുള്ള ആ ഒരു അടിസ്ഥാനമായ ആ സൗകര്യങ്ങളെ പറയണതാണ് ഇൻഫ്രാസ്ട്രക്ചർ. ക്രൂഷ്യൽ റോൾ എന്ന് പറഞ്ഞാൽ എന്താ? നിർണായകമായ പ്രധാനപ്പെട്ട റോള്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ. ഹോസ്പിറ്റലില് ഈ അടിസ്ഥാന സൗകര്യം, ആരോഗ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽസ് റെസ്പോൺസിബിൾ ഫോർ സേവിംഗ് ലൈഫ്. ദേ ഓൾസോ പ്രൊവൈഡ് 24 മൾട്ടിപ്ലിക്കേഷൻ അല്ല, അതൊരു സൈനാണ്. 24x7 എന്ന് പറയുന്നത് അതൊരു എമർജൻസി കെയർ സർവീസ് കൊടുക്കുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ക്ലാസ്സിൽ പിന്നീട് വരും. എന്താണ് 24x7 എന്ന് പറയുന്നത് എന്താന്നുള്ളത് പിന്നീട് വരും. അതൊരു എമർജൻസി കെയർ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പൊ അത് കൊടുക്കുന്നത് എമർജൻസി കെയർ സർവീസ് ആണ് 24x7 എന്ന് പറയുന്നത്. അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്താൽ നമ്മുടെ പോർഷൻസ് തീരില്ല. അത് പിന്നീട് വരും, നിങ്ങൾക്ക് ചെറിയ ഒരു ക്ലാസ്സിൽ വരുന്നുണ്ട്.
ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോവാം. ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ, ഹോസ്പിറ്റലിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പേഷ്യന്റ് നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? ഹോസ്പിറ്റലിലാണ്, അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ പോണത് എന്തുകൊണ്ടാ? നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോണത് നമുക്കറിയാം. ഹോസ്പിറ്റലിൽ പോയാൽ നമുക്കൊരു റിലീഫ് കിട്ടും. നമ്മുടെ അസുഖം നല്ലൊരു നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നത് എവിടെ? ഹോസ്പിറ്റലിൽ പോയാലാ. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാർക്കും ആ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പേഷ്യൻസ് വന്നാൽ പേഷ്യൻസിന്റെ സേവിങ് ലൈഫ് ദേ ഓൾസോ. അവരെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യണത്? എമർജൻസി കെയർ സർവീസ് ആണ്. 24 മണിക്കൂറും 24x7. അതെന്ന് വെച്ചാൽ അത് 24 മണിക്കൂറും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എമർജൻസി കെയർ സർവീസ് പേഷ്യൻസിന് കൊടുക്കും. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം ഹോസ്പിറ്റലിനുണ്ട്. ജീവൻ രക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ഹോസ്പിറ്റലിൽ ഏത് എമർജൻസി കെയർ സർവീസാ കൊടുക്കണേ? അതാണ് 24x7 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? ആൻഡ് ഹെൻസ് ദ പബ്ലിക് റിസീവ് it has main resource for diagnosis, treatment and follow up for both physical and സൈക്കോളജിക്കൽ കെയർ. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇങ്ങനെ പറഞ്ഞു, എമർജൻസി കെയർ പേഷ്യൻസിന്റെ ജീവൻ രക്ഷിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റലിനുണ്ട്. എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ 24x7 എന്ന എമർജൻസി കെയർ സർവീസിൽ രക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ അതിനാൽ നമുക്ക് എന്താ? ഈ പബ്ലിക് സർവീസ് മെയിൻ റിസോഴ്സ് അതിന്റെ വെച്ചാൽ രോഗനിർണയ ചികിത്സയ്ക്കും ശാരീരികവും ഫിസിക്കലും സൈക്കോളജിക്കലുമായ, എങ്ങനെയാണ് നമ്മൾ എങ്ങനെ രോഗം നിർണ്ണയിക്കണേ? പേഷ്യന്റിനെ പരിശോധിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫിസിക്കലായിട്ട്, അല്ലെ? അപ്പൊ പേഷ്യൻസിനെ എങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണത്? ഫിസിക്കലായിട്ടാണ്. അപ്പൊ എന്താ പറഞ്ഞേ? ചികിത്സയ്ക്ക് എങ്ങനെയാണ് നമ്മൾ പേഷ്യന്റിനെ ചികിത്സിക്കണത്? ഒന്നും കൂടി പറയാം. ഹെൻസ് ദ പബ്ലിക് റിസീവ്, നമ്മള് പബ്ലിക് പുറത്തുനിന്ന് വരുന്ന പേഷ്യൻസിനെ നമ്മൾ റിസീവ് ചെയ്യും. എങ്ങനെ? മെയിൻ റിസോഴ്സ് ഫോർ ഡയഗ്നോസിസ്, രോഗം നിർണ്ണയിച്ച് പിന്നെന്താ? ട്രീറ്റ്മെന്റ് കൊടുത്ത് ആൻഡ് ഫോളോ അപ്പ്, അവർക്കുള്ള വേണ്ട മരുന്നുകളൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഫോളോ അപ്പ് എടുക്കും, അല്ലേ? അവർക്ക് എങ്ങനെയുണ്ട് അവരുടെ കാര്യങ്ങൾ. പിന്നെ ഡെയിലി നമ്മൾ അവരെ അഡ്മിറ്റ് ആവുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരെ ഡെയിലി കാര്യങ്ങൾ, രാവിലെയുള്ള ടെമ്പറേച്ചർ, പൾസ്, പിന്നെ അവർക്ക് ഔട്ട്പുട്ട് ഇൻപുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് എടുക്കും. ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കെയർ, ശാരീരികമായിട്ടും ശാരീരിക ചികിത്സാ രീതിയുമാണ് നമ്മൾ എവിടെ കൊടുക്കണത്? ഹോസ്പിറ്റലിൽ കൊടുക്കണത്, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിന്റെ ആരോഗ്യത്തിന്റെ, നമ്മുടെ ആരോഗ്യത്തിന്റെ ബേസിസ് ആയ കാര്യം എന്താ? നമ്മുടെ ഇമ്പോർട്ടന്റ് കാര്യം എന്താ? നമ്മളുടെ ഹെൽത്ത് കെയർ ആണ്, ആരോഗ്യ പരിചരണമാണ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ടത്. അതില് ഹോസ്പിറ്റലിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തിനാ റെസ്പോൺസിബിലിറ്റി ഉള്ളത്? സേവിങ് ലൈഫ്, നമ്മുടെ ജീവൻ രക്ഷിക്കാനും അതുപോലെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഒരു എമർജൻസി കെയർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എമർജൻസി കെയർ പ്രൊവൈഡ് ചെയ്യണേ? എങ്ങനെ? നമ്മൾ രോഗം കണ്ടുപിടിക്കുക, ഡയഗ്നോസ് ചെയ്യാം, അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ഫോർ എന്തിനു വേണ്ടിയാ ഫോളോ അപ്പ് എടുക്കണേ? എന്തിനു വേണ്ടിയാ? ഫിസിക്കലായിട്ടും സൈക്കോളജിക്കൽ കെയർ ആയിട്ടും. ഓക്കെ, ശാരീരികമായിട്ട് ശാരീരിക പരിചരണത്തോടു കൂടിയാണ് നമ്മൾ ഫോളോ അപ്പ് എടുക്കുന്നത്. രോഗം കണ്ടുപിടിച്ചിട്ടും അതിന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഫോളോ അപ്പ് എടുക്കണം. ഫോർ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കെയർ. ഓക്കെ, അത്രയും മനസ്സിലായ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? Hospitals extend emergency care and hence when a disaster hits the society, fall back upon the hospital to provide instant succor in the form of emergency medical care. എന്താ പറഞ്ഞേ? നമ്മൾ ഹോസ്പിറ്റൽസിൽ ഈ എമർജൻസി കെയർ കൊടുക്കും. അടിയന്തര പരിചരണം നമ്മൾ എന്താ ചെയ്യാ? കൊടുക്കും. അതിന്റെ ആ അടിയന്തര പരിചരണം കൊടുക്കുമ്പോൾ എന്താ? എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു, എന്തെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ പേഷ്യൻസ്, എല്ലാ പേഷ്യൻസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഏതെങ്കിലും ഒരു പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചാല് അപ്പൊ എന്ത് ചെയ്യും? നമ്മളെ ഡിസാസ്റ്റർ, എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചാല് ദ സൊസൈറ്റി ഫാൾ ബാക്ക് അപ്പോൺ ദ ഹോസ്പിറ്റൽ. ഒരു സൊസൈറ്റി ഫുള്ളും ആരെ കുറ്റം പറയുള്ളൂ? ആർക്ക് വരും? ആർക്കെതിരെ വരും? ഹോസ്പിറ്റലിനെതിരെ വരും. ആ സമൂഹം മൊത്തം ഹോസ്പിറ്റലിനെതിരെ വരും. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ടു പ്രൊവൈഡ് ഇൻസ്റ്റന്റ് സക്കർ ഫോം ഓഫ് എമർജൻസി മെഡിക്കൽ കെയർ. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ? ഇൻസ്റ്റന്റ് എന്ന് വെച്ചാൽ
ആ സമയത്ത് തന്നെ തൽക്ഷണം ഈ ഡിസാസ്റ്റർ നടന്ന ആ ടൈമിൽ തന്നെ നമ്മൾ സക്കർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ല എന്താ സഹായിക്കും. എങ്ങനെ സഹായിക്കും? എമർജൻസി മെഡിക്കൽ കെയർ ആ സമയത്ത് നമ്മൾ അടിയന്തര പരിചരണം വേണ്ട സമയത്ത് കൊടുക്കും. കാരണം ജീവൻ ഡിസാസ്റ്റർ സംഭവിച്ചു. ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ചിലപ്പോ പേഷ്യന്റിന് മരണത്തിലോട്ട് പോകാം. ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഇതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പല ചില ഹോസ്പിറ്റലിലൊക്കെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സിസേഴ്സ്, ചെറിയ സിസേഴ്സ് എന്തെങ്കിലും എടുക്കാൻ മറന്നു, നീഡിൽ എടുക്കാൻ മറന്നു, എന്നിട്ട് അവർ അതുപോലെ തന്നെ അവർ സ്റ്റിച്ച് ചെയ്ത് വെക്കും. ഒരു വീക്കൊക്കെ കഴിയുമ്പോൾ പേഷ്യൻസിന് അവിടെ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. പിന്നെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യുമ്പോഴായിരിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ കാണുന്നത്. അതൊക്കെ ഹോസ്പിറ്റലിന്റെ അനാസ്ഥ മൂലം എന്നതാണ്. അപ്പൊ നമുക്ക് ഡിസാസ്റ്റർ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ഹോസ്പിറ്റലിലെ റെസ്പോൺസിബിലിറ്റി ശരിക്കും നമ്മളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരുടെ റെസ്പോൺസിബിലിറ്റി കാരണം എന്താ, ഒരു പേഷ്യന്റിന്റെ ജീവനടക്കം ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ് എമർജൻസി കെയർ ആൻഡ് ഹെൽത്ത് ഡിസാസ്റ്റർ. എന്തെങ്കിലും ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ഉണ്ടായാൽ, ഒരു ദുരന്തമെങ്കിലും ഉണ്ടായാൽ സൊസൈറ്റി ഫാൾബാക്കാക്കണം. അപ്പൊ സൊസൈറ്റി, ഈ സമൂഹം മൊത്തം എന്തിലോട്ട് തിരിച്ചെങ്ങനെ വരും? ഹോസ്പിറ്റലിൽ കുറ്റപ്പെടുത്തും, ഹോസ്പിറ്റലിലോട്ട് തരും. ആ സമയത്ത് നമ്മൾ ടു പ്രൊവൈഡ് ഇൻസ്റ്റന്റ് സക്കർ ഇൻ ദ ഫോം ഓഫ് എമർജൻസി മെഡിക്കൽ കെയർ. ആ സമയത്ത് നമ്മൾ എന്ത് വേണം? ആ സമയത്ത് തന്നെ കറക്റ്റ് നമ്മൾ അവരെ സഹായിക്കണം. എമർജൻസി മെഡിക്കൽ കെയർ വേണമെങ്കിൽ അത്യാവശ്യമായുള്ള ഏറ്റവും വലിയ ലാസ്റ്റ് ഒരു എമർജൻസി മെഡിക്കൽ കെയർ എന്ന് പറയുന്നതാണ് ഇപ്പൊ ഈ 24/7 എന്ന് പറയണത്. അത് വലിയ അത്യാവശ്യമുള്ള ഘട്ടത്തിൽ അവര് എന്ന് വെച്ചാൽ എന്താ, എല്ലാ ഡോക്ടേഴ്സും, അപ്പൊ ഒരു ഡോക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഡോക്ടേഴ്സും വന്ന് അതിനെ പ്രത്യേകമായിട്ട് ഒരു എമർജൻസി കെയർ കൊടുക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൊസൈറ്റി, നമ്മളിപ്പോ ഹോസ്പിറ്റലില് ഇത് നമ്മൾ ഇപ്പൊ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ഒരു അമ്മയും കുഞ്ഞും ഒന്നുമില്ലാണ്ട് പോയതാ, പ്രഗ്നന്റ് പ്രസവിക്കാനായിട്ട് പോയിട്ട് അവർ പ്രസവിച്ചു, ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്ന ആ സ്ത്രീക്ക് എന്തോ ബ്ലീഡിങ് ഹോസ്പിറ്റലിൽ ഉണ്ട്, അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീക്ക് 2 വീക്ക് കണ്ടായിരുന്നു, നമ്മള് പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിനെതിരെ നമ്മള് ഇതുണ്ടാക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വന്ന്, അങ്ങനെ എന്തെങ്കിലും അവനാസ്ഥ മൂലം എന്തെങ്കിലും വന്നാൽ തന്നെ എന്താ ചെയ്യാ? ടു പ്രൊവൈഡ് ഇൻസ്റ്റന്റ് സക്കർ ഇൻ ദ ഫോം ഓഫ് എമർജൻസി മെഡിക്കൽ കെയർ. ആ സമയത്ത് തന്നെ എമർജൻസി ആയ ഒരു മെഡിക്കൽ കെയർ കറക്റ്റ് ആ ടൈമിൽ തന്നെ അപ്പൊ തന്നെ നമ്മളൊന്ന് നോക്കാൻ സഹായിക്കണം. പിന്നെന്താ? വെനെവർ എ ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ, പിന്നെന്താ പറഞ്ഞേ? Whenever a hospital or a health care facility is met by a situation where it has to provide care a large number of patients in limited time, which is beyond its normal capacity, constitute a disaster for a said hospital. എന്താ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റലിനോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനോ, എന്താ പറഞ്ഞേ? ഒരു ഹോസ്പിറ്റലിനോ, whenever ഒരു ഹോസ്പിറ്റൽ, എ ഹോസ്പിറ്റലിനോ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ഹോസ്പിറ്റലിനോ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്കോ ആ ഒരു ലിമിറ്റഡ് ടൈം, ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് പേഷ്യൻസ് വരും. ഇപ്പൊ ഡിസാസ്റ്ററിന്റെ ആവശ്യം നമ്മൾ പറയാം. ഇപ്പൊ എന്താ നമ്മൾ ഇവിടെ പറയണത്? നമ്മുടെ ഹെഡിങ് എന്താ? ഒരു ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ എങ്ങനെയാ വരുന്നത്, ഡിസാസ്റ്ററിന്റെ ആവശ്യം എന്താന്നാ പറയണേ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ഡിസാസ്റ്റർ ഫസ്റ്റ് പറഞ്ഞു. ആദ്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ? ഹോസ്പിറ്റലിൽ നമ്മൾ ക്രൂഷ്യൽ റോള്, ഇമ്പോർട്ടന്റ് ഹെൽത്ത് കെയറിനാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ പിന്നെന്താ പറഞ്ഞേ? ഡിസാസ്റ്റർ വരുന്ന കാര്യം പറഞ്ഞു. ആ പോയിന്റ് ആണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. ഒന്നാമത്തെ ഡിസാസ്റ്റർ അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, എങ്ങനെ ഉണ്ടാവാം? ഹോസ്പിറ്റൽ എക്സ്റ്റെൻസ് എമർജൻസി കെയർ ആൻഡ് ഡിസാസ്റ്റർ ഹിസ് സൊസൈറ്റി. ഒന്നാമത്തെ പോയിന്റ് ആണ് അത് പറഞ്ഞത്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ ഉണ്ടാവാം. രണ്ടാമത് ഡിസാസ്റ്റർ ഉണ്ടാവുന്ന കാര്യം പറയണേ. രണ്ടാമത് എങ്ങനെ ഡിസാസ്റ്റർ ഉണ്ടാവാം? നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ ഹോസ്പിറ്റലിൽ ഉണ്ടാവാനുള്ള കാരണം എങ്ങനെയാണ് ഉണ്ടാവണേന്നാ പറയുന്നത്. അപ്പൊ രണ്ടാമത് എങ്ങനെ ഉണ്ടാവാം? whenever a hospital, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഏതെങ്കിലും ആരോഗ്യ ഫെസിലിറ്റീസ് ഉള്ള ഏതെങ്കിലും ഒരു ഫെസിലിറ്റീസിൽ എന്താ? ലിമിറ്റഡ് ടൈം, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പേഷ്യൻസ് അങ്ങനെ ഇടിച്ചു കയറി വരും. അപ്പൊ ഒരുപാട് പേഷ്യൻസ് വന്നാൽ എന്താ പറ്റുക? ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ അതിനുള്ള അവിടെ ഇതുണ്ടാവില്ല, ടു ഫെസിലിറ്റി സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ വേർ ഇറ്റ് ഹാസ് ടു പ്രൊവൈഡ് കെയർ, നമ്മളപ്പോ അവർക്ക് എന്ത് ചെയ്യും? പ്രൊവൈഡ് കെയർ കൊടുക്കും. പക്ഷെ ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ലിമിറ്റഡ് ടൈം, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പേഷ്യൻസാ വന്നത്.
നമുക്ക് ആ പേഷ്യൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പേഷ്യൻസ് വന്നു. ആ പേഷ്യൻസിൽ എങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും? ഭയങ്കര ടയേർഡ് ആയ ആൾക്കാരുണ്ടാവും, ഭയങ്കര വീക്ക് ആയവരുണ്ടാവും, ഭയങ്കര സീരിയസ് ആയവരുണ്ടായിരിക്കും. പക്ഷെ അവിടെ ഡോക്ടേഴ്സ് എന്ന് പറയാനായിട്ട് 1-2 ഡോക്ടേഴ്സേ കാണുള്ളൂ. പക്ഷെ പേഷ്യൻസ് ഒരുപാട് വന്നു ആ സമയത്തിനുള്ളിൽ. അപ്പൊ നമുക്ക് എല്ലാവരെയും കൂടി എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഇതില് ഇതെന്താ, ഒരു ദുരന്തം ഉണ്ടാവുന്ന കാരണങ്ങളെ പറയണേ. അപ്പൊ ഒരുപാട് പേഷ്യൻസ് തള്ളിക്കേറി ഹോസ്പിറ്റലിൽ ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ വരുമ്പോൾ അവിടെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഇത് സാധാരണ നമുക്ക് എന്താ, സാധാരണ ലെവലില് വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താ, അവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് ടോക്കൺ കൊടുക്കും. പിന്നെ ഇത്രയും കൗണ്ടർ ടോക്കൺ നമ്മൾ കഴിഞ്ഞാൽ ഒരു ഡോക്ടർക്ക് നോക്കണമെങ്കിൽ ഇത്രയും പരിധികളുണ്ട്. ഒരു 50 പേഷ്യന്റ് കഴിഞ്ഞാൽ ഇനി നോക്കില്ല. പിന്നെ നമ്മൾ ചെല്ലുമ്പോ ചീറ്റ് എടുക്കുമ്പോ പറയും 50 പേഷ്യന്റ് ആയി, ഇനി നോക്കില്ല എന്ന് പറയും. അപ്പൊ അവരോട് പറയും നിങ്ങൾ വേറൊരു ദിവസം വാങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വിടും. പക്ഷെ ചില സമയത്ത് എമർജൻസി കേസ്, ഒരു അത്യാഹിതമായിട്ട് ഒരുപാട് പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവാൻ സാധ്യത ഉണ്ട്? എന്തുണ്ടാവും? അവിടെ സാധാരണ ലെവലിൽ ഡിസാസ്റ്റർ ഉണ്ടാവും. its normal capacity constitute a disaster for a set hospital. അപ്പൊ ആ ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് രണ്ടാമതായിട്ട് ഡിസാസ്റ്ററിന്റെ കാര്യം പറഞ്ഞത്. ആദ്യം എന്ത് പറഞ്ഞു? ഹോസ്പിറ്റലില് എമർജൻസി കെയർ നമ്മൾ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു നമ്മള് ആ ദുരന്തത്തിന്റെ ഡിസാസ്റ്ററിന്റെ ആ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ സൊസൈറ്റി ഒക്കെ നമ്മളുടെ മുന്നിൽ വരും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു എമർജൻസി കെയർ കൊടുക്കും. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പേഷ്യൻസ് ഇടിച്ചു കയറി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഒരു പ്രൊവൈഡ് കെയർ അവർക്ക് പ്രൊവൈഡ് ആയിട്ട് ഒരു കെയർ കൊടുക്കാൻ പറ്റില്ല. ആ സമയത്ത് എന്താ, ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ലിമിറ്റഡ് ആയി വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ഡിസാസ്റ്റർ, നോർമൽ കപ്പാസിറ്റി ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരു ഡിസാസ്റ്റർ നമ്മൾ മുന്നിൽ കാണണം. അതിനുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ ഇപ്പൊ ഫിസിഷ്യൻ ആണെങ്കിൽ ഒരു 3-4 ഫിസിഷ്യൻ എങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത്രയും പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഓരോന്നിനും ഓരോ അസുഖത്തിനായിരിക്കും ഹോസ്പിറ്റലിൽ വരുന്നത്. നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് സംവിധാനം ഹോസ്പിറ്റലിൽ ഉണ്ടാക്കണം? എന്തുണ്ടാക്കണം? ഈ തിക്ക് എല്ലാവരും കൂടി ഇടിച്ചു കയറി ഹോസ്പിറ്റലിൽ ആ പേഷ്യൻസ്, അപ്പൊ ഇത് നിൽക്കുന്ന പേഷ്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് അപ്പൊ എന്ത് വേണം? അതിനുള്ള ക്യൂ സംവിധാനം വേണം. പിന്നെ അതിന് കൗണ്ടർ വേണം. കൗണ്ടർ നോക്കിയിട്ട് ടോക്കൺ കൊടുക്കണം. പിന്നെ കറക്റ്റ് ടോക്കൺ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോട് പിറ്റേ ദിവസം വരാൻ പറയണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ ഡിസാസ്റ്റർ വരാൻ കാരണം. അങ്ങനെയും ഡിസാസ്റ്റർ വരാം. പിന്നെന്താ, a disaster for a hospital is a temporary lack of resources which is caused owing to sudden influx of unexpected patient load. എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറയണത്? ഓക്കെ, ഇമ്പോർട്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ ഫസ്റ്റ് ലൈനിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് പറയാനായിട്ട് ടു പ്രൊവൈഡ് 24/7 എമർജൻസി കെയർ എന്ന് കണ്ടില്ലേ? അത് അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാനായിട്ട് നമ്മളിത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എമർജൻസി കെയർ കൊടുക്കണം. അപ്പൊ ഇതില് മെയിൻ റിസോഴ്സ് ഓഫ് ഡയഗ്നോസിസ് അവിടെ തുടങ്ങി അണ്ടർലൈൻ ചെയ്തിട്ടോ. പബ്ലിക് റിസീവ് തുടങ്ങി സൈക്കോളജിക്കൽ കെയർ വരെ. ഓക്കെ, പിന്നെ ഇനി പറയാനുള്ളൂ. ഓക്കെ, ഇനി ഇത് നമ്മൾ പറഞ്ഞിട്ട് മാറ്റി പറയാം. ഓക്കെ,
നെക്സ്റ്റ് എന്താ? നമ്മൾ എവിടെ വരെ പറഞ്ഞു? നെക്സ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി ഡിസാസ്റ്റർ. എന്താ പറയണേ? എ ഡിസാസ്റ്റർ ഫോർ എ ഹോസ്പിറ്റൽ. ഒരു ദുരന്തം എന്നത് ഹോസ്പിറ്റലിൽ എന്താ? ഈസ് എ ടെമ്പററി ലാക്ക് ഓഫ് റിസോഴ്സസ് വിച്ച് ഈസ് കോസ്ഡ് ഓയിങ് ടു സഡൻ ഇൻഫ്ലക്സ് ഓഫ് അൺഎക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ്. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം പേഷ്യൻസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അൺഎക്സ്പെക്ടഡ് ആണ്. എക്സ്പെക്ടഡ് പ്രതീക്ഷിക്കുക, അൺഎക്സ്പെക്ടഡ് എന്താ? പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം പേഷ്യൻസ് ഹോസ്പിറ്റലില് ഒരു ദുരന്തം, ഒരു ഡിസാസ്റ്റർ എന്നത് എന്താ? ഒരു ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ എന്നാൽ എന്താ? ഹോസ്പിറ്റലില് ഒരു കൂട്ടം പേഷ്യൻസ് പ്രതീക്ഷിക്കാതെ വന്നു. അങ്ങനെ പെട്ടെന്നുള്ള വരവ് വരുമ്പോ അവിടെ അവർക്ക് എന്ത് കിട്ടൂല? ട്രീറ്റ്മെന്റും കെയറും ഒന്നും അവർക്ക് കറക്റ്റ് കിട്ടില്ല, അല്ലെ? അതിന്റെ താൽക്കാലിക കുറവ് വരും. അതാണ് പറഞ്ഞത്, താൽക്കാലിക കുറവ് വരും. ഡിസാസ്റ്റർ അവിടെ തുടങ്ങി അടയാളപ്പെടുത്തിക്കോട്ടാ. ഡിസാസ്റ്റർ അവിടെ അടയാളപ്പെടുത്തിക്കോ. ഡിസാസ്റ്റർ ഫോർ എ ഹോസ്പിറ്റൽ ഈസ് എ ഡിസാസ്റ്ററിലോ ഹോസ്പിറ്റൽ എങ്ങനെ? ഹോസ്പിറ്റലിലെ ദുരന്തം എന്നത് ടെമ്പററി ലാക്ക് ഓഫ്, അവർക്ക് എന്താ കറക്റ്റ് ആ ഒരു താൽക്കാലിക കുറവ് വരും. ടെമ്പററി ആയിട്ട്, സ്ഥിരമായിട്ടില്ല. പേഷ്യൻസ് എപ്പോഴും ഇല്ലല്ല, പെട്ടെന്നായിരിക്കും പേഷ്യൻസ് വേണ്ടത്. ആ സമയത്ത് അത് താൽക്കാലിക മാത്രമാണ്. കണ്ടിന്യൂസ് പേഷ്യൻസ് അങ്ങനെ തിക്കി കയറി ഒരൊറ്റ ഹോസ്പിറ്റലിൽ വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ ഹോസ്പിറ്റലില് അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാവരും റെഡിയാക്കി വെക്കും, ഇല്ലേ? ഒരുപാട് ഡോക്ടേഴ്സിനെ വെക്കും, പിന്നെ കൗണ്ടറിൽ വെക്കും, ടോക്കൺ നമ്പർ ഒക്കെ വെക്കും. പെട്ടെന്നായിരിക്കും, ടെമ്പററി ആയിട്ടാണ് വരുന്നത്. അതാണ് അതിന്റെ ടെമ്പററി ലാക്ക് എന്ന് പറയുന്നത്, താൽക്കാലികമാണ്. സ്ഥിരമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരക്ക് കൂടാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഹോസ്പിറ്റലിൽ വെക്കില്ലേ? അതാണ് അവിടെ ടെമ്പററി എന്ന് പറഞ്ഞത്. അപ്പൊ ടെമ്പററി ലാക്ക് ഓഫ് റിസോഴ്സ് വിച്ച് ഈസ് കോസ്ഡ് എന്തിന് കാരണമാവും? ഓവിങ് ടു സഡൻ ഇൻഫ്ലക്സ്. ഇൻഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താ? ഒഴുക്ക് എന്ന് വെച്ചാൽ ഒരു കൂട്ടം പേഷ്യൻസ് ഇങ്ങനെ ഒഴുകി വരും എന്ന് വെച്ചാൽ എന്താ? അവർ ഒരു കൂട്ടം ഇടിച്ചു കയറി വരും. സഡൻ ഇൻഫ്ലക്സ് ഓഫ് അൺഎക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ്. പ്രതീക്ഷിക്കാതെയാണ് ആ പേഷ്യന്റ് വരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഹോസ്പിറ്റലിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് അടയാളപ്പെടുത്തിയ അൺഎക്സ്പെക്ടഡ് പേഷ്യന്റ് ലോഡ് വരെ അടയാളപ്പെടുത്തിയ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗീവ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലില് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ദുരന്ത നിവാരണ കമ്മിറ്റി എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കും. ആരാണ്? ദുരന്ത നിവാരണ കമ്മിറ്റി ഉണ്ടാവും. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാകും. അപ്പൊ അവര് പറഞ്ഞിട്ട് എന്ത് വേണം? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗീവ്സ്. അപ്പൊ അവര് കൊടുക്കണം, എന്ത് കൊടുക്കണം? ദ ഓപ്പർച്യൂണിറ്റി ടു പ്ലാൻ. ഈ തിരക്കില്ലാതിരിക്കാനുള്ള ഒരു അവസ്ഥ കൊടുക്കണം. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ആൻഡ് വെൻ നീഡഡ് enables a rational response in the event of disaster, mass casualty incident. MCI അണ്ടർലൈൻ ചെയ്തിട്ടോ? മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ്, അത് അണ്ടർലൈൻ ചെയ്തിടാം. മാസ് കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ? കൂട്ടപകടങ്ങൾ. ഒരു കൂട്ടം അപകടങ്ങളിൽ ഒരുമിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്ന ആ സംഭവങ്ങൾ, ഇൻസിഡന്റ് സംഭവം, അതാണ് മാസ് കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. മാസ് കാഷ്വാലിറ്റി ഒരുപാട് കൂട്ടപകടങ്ങൾ ഉണ്ടാവും. മാസ് കാഷ്വാലിറ്റിയിൽ ആ ഇൻസിഡൻസ് ഉണ്ടാവും. അത് അണ്ടർലൈൻ ചെയ്തിടാം. മാസ് ഫുൾ ഫോം ചോദിക്കും, MCIയുടെ ഫുൾ ഫോം ചോദിക്കും. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിടാൻ പറഞ്ഞേ. അപ്പൊ എന്താ? ഹോസ്പിറ്റലില് ഈ ഡിസാസ്റ്റർ, ദുരന്ത നിവാരണം ആസൂത്രണം ചെയ്യണം. അതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി വന്ന് അതിനൊരു ആസൂത്രണം ചെയ്തിട്ട് അതിനെന്ത് ചെയ്യണം? അവരതിനുവേണ്ടി തയ്യാറെടുക്കാം. എന്തൊക്കെ വേണം? ഈ തിരക്ക് ഒഴിവാക്കാനായിട്ട് ഒരു കൂട്ടം പേഷ്യൻസ് ഇങ്ങനെ ഓടിക്കേറി വന്നു. അപ്പൊ ചിലപ്പോ അതില് ഭയങ്കര സീരിയസ് ആയ പേഷ്യൻസ് ഉണ്ടാവും, സാധാരണ നോർമൽ ആയ പേഷ്യൻസ് ഉണ്ടാവും. ചിലവര് നിന്ന് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ക്യൂവില് നിന്ന് കുറെ വയ്യാതായിട്ട് ഒരുപാട് ചോറായതൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അല്ലാത്തവരും ഉണ്ടാവും. ചോറ് ആയവര് മാത്രമല്ല കുഴഞ്ഞു വീണത്, സാധാരണ ലെവലിലും അത്രയും ക്യൂവില് നിന്ന് അവർക്ക് ഭയങ്കര തളർച്ച വരുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടുപോയി അവരെ കാഷ്വാലിറ്റി കൊണ്ടുപോയി ഡ്രിപ്പ് ഇടുന്നത്, അതൊക്കെ നമ്മളറിയാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് അവരെന്ത് ചെയ്യണം?
ഈ ഒരു ഹോസ്പിറ്റലിൽ ദുരന്ത നിവാരണ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ആളുകൾ വന്നിട്ട് അത് ആസൂത്രണം ചെയ്യണം, പ്ലാൻ ചെയ്യണം, ഇതെങ്ങനെ തിരക്കൊഴിവാക്കാം, പിന്നെന്താ അതിനുള്ള തയ്യാറെടുക്കണം അവര്. പിന്നെ ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അവരെന്ത് വേണം, യുക്തിസഹമായ പ്രതികരണം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ, ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ അതും നിങ്ങൾ അടയാളപ്പെടുത്തിക്കോ. ഈ എന്തെങ്കിലും ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? അവര് പ്ലാൻ തയ്യാറാക്കണം, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ എടുക്കണം. പിന്നെ നീഡഡ് ഇനേബിൾസ് റാഷണൽ റെസ്പോൺസ്. റാഷണൽ റെസ്പോൺസ് എന്ന് വെച്ചാൽ എന്താ? അവര് യുക്തി, ആ സമയത്ത് അവർക്ക് എന്താ ചെയ്യാൻ പറ്റണേ, യുക്തിസഹമായ ഒരു സഹായം അവർ ചെയ്യണം. അതാണ് റാഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇൻ ദ ഇവന്റ്, ആ സംഭവത്തിന്, ആ അവിടെ നടന്നേക്കുന്ന സംഭവത്തിന് അവർക്ക് ആ യുക്തി സംബന്ധമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോഴത്തെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ഇത് അവരെടുക്കണം. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്, ഇതൊരു കൂട്ടൽ കാഷ്വാലിറ്റി, കൂട്ട അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അതാണ് ഡിസാസ്റ്ററിന്റെ. അപ്പൊ ഇതില് ഡിസാസ്റ്ററിന് കാര്യങ്ങൾ ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അല്ല, ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എല്ലാ ഹോസ്പിറ്റലിലും ഒരു ദുരന്ത നിവാരണ കമ്മിറ്റി ഉണ്ടാകും. അവര് വരാ, ആ സമയത്ത് എന്താ നടന്നേക്കണേ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനൊരു പ്ലാൻ തയ്യാറാക്കുക, അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുകയും വേണം. അങ്ങനെയാണ് അവര് ആ സമയത്ത് യുക്തിസംബന്ധമായ കാര്യം അവർ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതെന്താ? ഡിസാസ്റ്റർ ആൻഡ് മാസ് കാഷ്വാലിറ്റീസ്. ഡിസാസ്റ്റർ ആൻഡ് മാസ് കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ ദുരന്തങ്ങളും, മാസ് കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ എന്താ? കൂട്ടപകടങ്ങളും. ക്യാൻ ലീഡ്, അതിനെന്താ ലീഡ് ചെയ്യണേ? ടു ഗ്രേറ്റ് കൺഫ്യൂഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഇൻ ദ ഹോസ്പിറ്റൽ. എന്താ? ഈ ദുരന്തങ്ങള്, ഡിസാസ്റ്ററും ഈ കൂട്ടപകടങ്ങളും മാസ് കാഷ്വാലിറ്റിയും ഈ ഹോസ്പിറ്റലിൽ ഒരു വലിയ ആശയക്കുഴപ്പമില്ല എന്ന് വെച്ചാൽ എന്താ? ഒരു വലിയ ഇതുണ്ടാക്കിയത് അവർ ആ സമയത്ത്. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ആ സമയത്ത് ഒരു ഗ്രേറ്റ് കൺഫ്യൂഷൻ ആയി. നമുക്കെന്നെ ചെയ്യാൻ പറ്റൂല, കൂട്ട അപകടങ്ങൾ, എല്ലാ അപകടങ്ങളും ഒരുമിച്ച് വന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാഷ്വാലിറ്റിയിലോട്ട് ഇടിച്ചു കയറി ഒരു കൂട്ട അപകടങ്ങൾ വന്നു, ഭയങ്കര ദുരന്തങ്ങൾ വന്നു, ഒരു ഗ്രേറ്റ് കൺഫ്യൂഷൻ. ആ സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റൂല, ഇൻഎഫിഷ്യൻസി. നമുക്കപ്പ എന്താ ചെയ്യേണ്ടത് ഹോസ്പിറ്റലുകാർക്ക് പോലും ഒരു കറക്റ്റ് ആയിട്ട് കാര്യം പ്രവർത്തിക്കാൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതായിരിക്കും. അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ഡിസാസ്റ്റർ ആൻഡ് മാസ് കാഷ്വാലിറ്റി ക്യാൻ ലീഡ്. അപ്പൊ അവർക്ക് അത് ലീഡ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ? ഗ്രേറ്റ് കൺഫ്യൂഷൻ ആവും. എല്ലാവർക്കും ആയാലല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് അപകടങ്ങൾ, ഒരേ ആക്സിഡന്റ്, ഒരു 3-4 ആക്സിഡന്റ് ഒരുമിച്ച് കാഷ്വാലിറ്റിയിൽ ഇടിച്ചു കയറി വരുമ്പോ നമ്മുടെ കാഷ്വാലിറ്റിയിൽ സാധാരണ നോർമൽ ലെവലില് കാഷ്വാലിറ്റിയില് ഒരു 2 ജനറൽ നഴ്സുമാരുണ്ടാവും, സാധാരണ ഒരു 3-4 അസിസ്റ്റന്റ് ഉണ്ടാവും, പിന്നെ ഒരു ഡോക്ടർ ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. ഡോക്ടർ അവിടെ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടർ ആയിരിക്കും. മെയിൻ ഡോക്ടേഴ്സ് ഒക്കെ എവിടെ ആയിരിക്കും? മെയിൻ ഡോക്ടേഴ്സ് ഒക്കെ ഒപിയില്, അതിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഡ്യൂട്ടി ഡോക്ടർ ആയിരിക്കും കാഷ്വാലിറ്റിയിൽ ഉണ്ടാവണേ. ആ സമയത്ത് ഒരു വലിയൊരു ആക്സിഡന്റ്, ഒരു ബസ് മറിഞ്ഞു, ഒരു 10-25 ആക്സിഡന്റ് ആയിട്ട് ഒരുമിച്ച് കാഷ്വാലിറ്റിയിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ? നമ്മളുടെ ആദ്യം ആ ഹോസ്പിറ്റലിലുള്ളവരും അവിടുത്തെ എല്ലാവരെയും ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരു ഇൻഎഫിഷ്യൻസി ആയിട്ട് ആ ഹോസ്പിറ്റലിൽ തോന്നൂലേ? അതാണ് അവിടെ പറഞ്ഞത്. ഡിസാസ്റ്റർ ആൻഡ് മാസ് കാഷ്വാലിറ്റീസ്, എന്തെങ്കിലും ദുരന്തം സംഭവിച്ചു അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടം അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്രേറ്റ് കൺഫ്യൂഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഇൻ ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ എന്താ ചെയ്യാനറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. ദേ ക്യാൻ ഓവർവെം. ഓവേവം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഓവേവം എന്ന് വെച്ചാൽ കീഴടക്കുക. ഓവേവം എന്ന് വെച്ചാൽ കീഴടക്കണം. അപ്പൊ നമ്മൾ എന്ത് വേണം? ദേ ക്യാൻ ഓവേവം ദ ഹോസ്പിറ്റൽ റിസോഴ്സസ്, സ്റ്റാഫ്, സ്പേസ് ഓർ സപ്ലൈസ്. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ എന്ത് വേണം? അതിനെ നമ്മൾ മറികടക്കണം. ഓവേവം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓവേവം എന്ന് വെച്ചാൽ കീഴടക്കണം. ആ സമയത്ത് നമ്മള് അങ്ങനെ നോക്കി നിൽക്കാണ്ട് ഒരു കൺഫ്യൂഷൻ ആയി നിൽക്കരുത്. ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാ? ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റലിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? സ്റ്റാഫ്, അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും വിളിക്കണം. സ്പേസ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ, സ്പേസ്, സ്ഥലം വേണ്ട. ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ തിക്കി കയറി കാഷ്വാലിറ്റി വരുമ്പോൾ അവർക്ക് വേണ്ട സ്പേസ് റെഡി ആക്കി കൊടുക്കുക. ഓർ
സപ്ലൈസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. ലാക്ക് ഓഫ് എനി ടാൻജിബിൾ പ്ലാൻ ഫോൾ ബാക്ക് അപ്പോൾ ഇൻ ടൈംസ് ഓഫ് ഡിസാസ്റ്റർ ലീഡ്സ് ടു സിറ്റുവേഷൻ. എന്താ അതെന്താ പറഞ്ഞ? ടാൻജിബിൾ എന്ന് വെച്ചാൽ എന്താ? പദ്ധതി, എന്തെങ്കിലും പദ്ധതി. ആ സമയത്ത് നമ്മൾ എന്താ മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, സ്പീഡ് എന്തെങ്കിലും കൂടുന്നുണ്ടോ? ഇതൊരു ഫുള്ള് ഈ ഡിസാസ്റ്ററിനെ കുറിച്ച് പറയണോ, ഇങ്ങനെ ഒരു പാരാഗ്രാഫ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഓക്കെ, അനിത, അച്ചു, രജീനൊക്കെ നോന്നിട്ടേക്കണത് മനസ്സിലാവുന്നില്ല എന്നാണോ? അല്ല മാം, സ്പീഡ് ഇല്ല. ഓക്കെ ഓക്കെ. പിന്നെന്താ നമ്മൾ പറഞ്ഞേ? ലാക്ക് ഓഫ് എനി ടാൻജിബിൾ. അപ്പൊ നമ്മൾ അവിടെ എന്താ, എന്തെങ്കിലും ഒരു പ്ലാൻ, നമ്മൾ ആ പദ്ധതി, ആ ഒരു പദ്ധതി ഫോൾ ബാക്ക് അപ്പോൾ ഇൻ ടൈംസ് ഓഫ് ഡിസാസ്റ്റർ ലീഡ്സ് ടു സിറ്റുവേഷൻ where there are many sources of command, many leaders and no united effort to solve the problem. ആ സമയത്ത് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. സ്പേസ് വേണം, നമ്മളെ സ്റ്റാഫിനെ കൊണ്ടുവരണം, ഒന്നും പറ്റണില്ല. കാരണം എന്താ, ഈ ബസ് മറിഞ്ഞെന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും. അതുകൂടെ തന്നെ ഈ വിവരം അങ്ങ് കയറി വന്നതാരാ? അവരെ ബൈസ്റ്റാൻഡർ. അതാണ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര തിക്കും തിരക്കും. ഹോസ്പിറ്റലിൽ എന്തായിരിക്കും, ആൾക്കൊണ്ട് നിറയും. ചിലപ്പോ ഈ വിവരത്തിൽ അവരാരും ആയിരിക്കില്ല, എന്നാൽ കൂടി ഇങ്ങനെ ഒരു അപകടം നടന്നല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും തിക്കായിട്ട് ഹോസ്പിറ്റലിൽ ഇടിച്ചു കയറി വരും, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും അതിനൊരു ടൈം ഡിസാസ്റ്ററിനെ നമ്മൾ നയിക്കണം, ലീഡ് ചെയ്യണം. എങ്ങനെ? ആ സിറ്റുവേഷൻ where there are many sources of command. അപ്പൊ നമുക്ക് ഒരുപാട് പേരെ നമ്മൾ വിളിക്കാം, മെനി ലീഡേഴ്സ്. നമുക്ക് അവിടെ ഒരു സോൾവ് ചെയ്യണം ആ പ്രോബ്ലം, അല്ലെ? അപ്പൊ ദുരന്ത സമയത്ത് നമ്മൾ അവരുടെ ആ വ്യക്തമായ ആ ഒരു ഇതെന്ത് വേണം? ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രശ്നം പരിഹരിക്കണം നമ്മൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യണം. ആ ഒരു ടാൻജിബിൾ പ്ലാൻ, നമ്മൾ ഒരു പ്ലാൻ ചെയ്യാം. ആ സമയത്ത് പുറകിലോട്ട് നമ്മൾ പോവാതെ ആ ഡിസാസ്റ്റർ സമയത്ത് ലീഡ്സ് ടു സിറ്റുവേഷൻ നമ്മൾ കറക്റ്റ്. ദെയർ ആർ മെനി സോഴ്സ് ഓഫ്, ഒരുപാട് കമാൻഡ്സിനെ കൊണ്ടുവരാൻ. എന്ന് വെച്ചാൽ നമ്മള് ഹോസ്പിറ്റലിൽ ഇവരെ നയിക്കാനായിട്ട് അത് അവിടുത്തെ സ്റ്റാഫ്, ഒന്നല്ലെങ്കിൽ സ്റ്റാഫ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ വേറെ സ്റ്റാഫൊക്കെ ഉണ്ടാവും, പുറത്തുള്ള സ്റ്റാഫ്, അവരെ നമ്മൾ കൊണ്ടുവരാൻ. മെനി ലീഡേഴ്സ് അതിന് വേണ്ടി നയിക്കാൻ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് നോ യൂണിറ്റഡ് എഫോർട്ട് ടു സോൾവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരുമിച്ച്, യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാം. Okay, therefore it is necessary that all hospital emergency plan have the primary feature of define the command structure in their hospital and to extrapolate it to disaster sceneries with well-defined job definitions once the disaster button is pushed. 1 minute. Okay. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പോയിന്റ് അല്ലേ പറഞ്ഞ? എന്താ പറഞ്ഞേ? ഇങ്ങനെ പ്രോബ്ലം അപ്പൊ എല്ലാവരും കൂടി അവർക്ക് യൂണിറ്റ് ആയിട്ട് കൂടെ നിന്ന് കമാൻഡർ, ലീഡർ, ഒരുപാട് ലീഡർ ഒക്കെ വന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. Therefore, എന്താ, ഇറ്റ് ഈസ് നെസസറി. അപ്പൊ അവിടെ ആവശ്യമുണ്ട് ദാറ്റ് ഓൾ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ ഹാവ് ദ പ്രൈമറി ഫീച്ചർ. എല്ലാ ഹോസ്പിറ്റലിലും അപ്പൊ നമ്മൾ എന്തുണ്ടാവണം? എല്ലാ ഹോസ്പിറ്റലിലും ഇതുപോലെ ആവശ്യമാണ്. ഓൾ ഇറ്റ് ഈസ് നെസസറി, അവിടെ ആവശ്യമുണ്ട്. എന്താ? ഓൾ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ. ഈ അടിയന്തരമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള പദ്ധതികൾ അവിടെ ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. ആൻഡ് പ്ലാൻ ഹാവ് ദ പ്രൈമറി ഫീച്ചർ ഓഫ് ഡിഫൈൻ കമാൻഡ് സ്ട്രക്ചർ ഇൻ ദയർ ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലില് ഈ അടിയന്തര പ്ലാനുകളിലും അവരുടെ ഹോസ്പിറ്റലിലെ കമാൻഡിന്റെ ആ ഒരു സ്ട്രക്ചർ, നമ്മൾ ഒരുപാട് പേര് ലീഡറും കമാൻഡൊക്കെ വന്നാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അപ്പൊ അതിന്റെ കമാൻഡിന്റെ ഘടന ഇത് ഡിഫൈൻ ചെയ്യണം. നമ്മൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണ കമ്മിറ്റി ഉണ്ടാക്കി അതിനൊരു പ്ലാൻ ചെയ്യാം. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും വേണം ഈ എമർജൻസി പ്ലാൻ വേണം. എപ്പോഴാണ് ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ എല്ലാവരും ഇടിച്ചു കയറി ഒരു പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ അവിടെ ഒരു എമർജൻസി പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ അതിന്റെ ഡിഫൈൻ കമാൻഡ്, അതിന്റെ ഒരു സ്ട്രക്ചർ, ഇത് എങ്ങനെ ഹോസ്പിറ്റലിൽ ഇത് കൊണ്ടുപോകാം എന്നുള്ളൊരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതൊക്കെ ഹോസ്പിറ്റൽ അതിന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്, അതൊക്കെ അവർ ചെയ്യണം. ആൻഡ് ടു എക്സ്ട്രാപൊളേറ്റ് എന്ന് വെച്ചാൽ എന്താ എക്സ്ട്രാപൊളേറ്റ് എന്ന് വെച്ചാൽ അറിയപ്പെടുന്ന വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ അറിയപ്പെടാത്ത ഒന്നിനെ കണ്ടു കിട്ടുക എന്ന് വെച്ചാൽ എന്താ എക്സ്ട്രാപൊളേറ്റ്. നമ്മൾ പറയും എക്സ്ട്രാ ഒരു എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ പറയും എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയും. എന്ന് വെച്ചാല് അവർക്കൊരു കഴിവുണ്ട്, പക്ഷെ അതിന്റെ ഉപരി അതിലേക്കാളും ഒരു കൂടുതൽ കഴിയും. നമ്മള് വിചാരിക്കുന്നതിനേക്കാളും നമ്മൾ അവരെ എന്തൊരു നമ്മൾ ചിലവരെ വിചാരിക്കില്ലയോ എന്തൊരു ബുദ്ധി അവർക്കെന്ന്. നമ്മൾ വിചാരിക്കുന്നേക്കാളും അവർക്കൊരു എക്സ്ട്രാ അസാധാരണം. ഓക്കെ, അസാധാരണമായ ഒരു അസാധാരണ വെച്ചാൽ അവർക്ക് സാധാരണക്കാരനേക്കാളും ഒരു വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു എക്സ്ട്രാപൊളേറ്റ് ഉണ്ട്. അപ്പൊ അതിന് നമ്മളപ്പോ അതിനെ ടു എക്സ്ട്രാപൊളേറ്റ് അസാധാരണമായിട്ട് ടു ഡിസാസ്റ്റർ, ആ ഡിസാസ്റ്ററിന് വെൽ ഡിഫൈൻ ചെയ്യണം. ജോബ് ഡെഫിനിഷൻ അടുത്ത ഡിസാസ്റ്റർ ബട്ടണിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ഇവിടെ പറഞ്ഞു എല്ലാവരെയും വിളിക്കണം, കമാൻഡ് ലീഡർ എല്ലാവരെയും ഈ സോൾവ് ചെയ്യാനായിട്ട്, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരെ വിളിക്കാൻ പോകണം. ആ സമയത്ത് ഒരു സ്പേസ് ഇല്ല അവിടെ. ബൈസ്റ്റാൻഡർ തിങ്ങി നിറഞ്ഞ് പേഷ്യൻസിനാണെങ്കിൽ കുറെ പേഷ്യൻസിന്റെ ക്യാഷ്വാലിറ്റി കയറ്റിയേക്കണ്. അപ്പൊ ചില പേഷ്യൻസ് അതിൽ മരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ നമുക്ക് തിക്കും തിരക്കും ഭയങ്കര പ്രശ്നങ്ങള്. അപ്പൊ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടായി, കമാൻഡർ ലീഡറൊക്കെ വന്നു, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു. കുറെ ഒരു 1-2 മണിക്കൂറിന് ശേഷം അവിടുത്തെ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്തു. പക്ഷേ നമ്മളിത് ഹോസ്പിറ്റലായിരിക്കുമ്പോ ഇത് മുൻകൂട്ടി കാണാം. നമ്മളത് മുൻകൂട്ടി കണ്ടിട്ട് അതിന് ഒരു അസാധാരണമായ ഈ ഒരു ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് ഡിസാസ്റ്റർ ബട്ടൺ ഈസ് പുഷ്ഡ് എന്ന് വെച്ചാൽ ഒരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടണം എന്നുള്ള അത്രയും സമയം നമ്മൾ കളഞ്ഞു ഓരോരുത്തരെ വിളിക്കാനായിട്ട്. നമ്മൾ വിചാരിക്കുന്നില്ല ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ എന്ത് വേണം, അതിന് നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചേക്കണം. ഇത്ര ആൾക്കാരെ ഇങ്ങനെ അത് ഒരു നമ്മൾ ബട്ടൺ ഈസ് പുഷ്ഡ് എന്ന് വെച്ചാൽ എന്താ, ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാവരും ഓടി വരേണ്ട രീതിയിൽ ഇവിടെ ഒരു ദുരന്തം നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെന്നുള്ള ഇതില് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ റെഡിയാക്കി വെക്കണം. ഓക്കെ, അതവിടെ പറഞ്ഞത് ബട്ടൺ ഈസ് പുഷ്ഡ് ഡിഫൈൻ ചെയ്യണം. നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ആൻഡ് എക്സ്ട്രാപൊളേറ്റ് ഒരു അസാധാരണമായ ഒരു ഡിസാസ്റ്റർ സീനറി വിച്ച് വെൽ ഡിഫൈൻഡ്, നല്ലോണം നമ്മൾ ഡിഫൈൻ ചെയ്യണം. അങ്ങനെ ജോബ് ഡെഫിനിഷൻസ് വൺസ് ദ ഡിസാസ്റ്റർ ബട്ടൺ ഈസ് പുഷ്ഡ്. ഒരു ബെല്ലടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരുന്ന നമുക്ക് നമ്മളീ വിളിച്ചില്ലേ കമാൻഡ് ലീഡർ ഈ ദുരന്തങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ വിളിച്ചു. അപ്പൊ അത് നമ്മൾ വിളിക്കാതെ തന്നെ അവിടെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എമർജൻസി ഒരു റൂം ഉണ്ടായിരിക്കണം. ഡിസാസ്റ്ററിൽ എമർജൻസി ഡിസാസ്റ്റർ ആയിട്ട് ഒരു റൂം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മളൊരു ബട്ടൺ ഞെക്കിയാൽ മതി, അപ്പൊ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഇത് ഡിഫൈൻ ചെയ്ത് വെക്കണം. അത്രയുള്ളൂ അവിടെ പറഞ്ഞത്. അപ്പൊ അവിടെ ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയാനായിട്ട് ഞാൻ MCIയുടെ ഫുൾ ഫോം അത് പറഞ്ഞു, അത് നിങ്ങൾ എഴുതി വെക്കാം. പിന്നെ ഒന്നുമില്ല, പിന്നെ താഴെ അങ്ങനെ ഒന്നുമില്ല, പിന്നെ പ്രോബ്ലംസ് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇത്രേ ഉള്ളൂ. അടിയിലത്തൊന്നും നിങ്ങളെ മനസ്സിലാക്കിയാൽ മതി, അതിലൊന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കാം. ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവരും അണ്ടർലൈൻ ചെയ്ത് വെച്ചാ ആ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു പ്രശ്നം ഒരു ഹോസ്പിറ്റലിൽ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ, നമ്മൾ അതിലൊരു ഡിസാസ്റ്റർ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിനെ വിളിക്കുക. അവരൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നാൽ പോരാ. ആ കമ്മിറ്റിക്ക് ഒരൊറ്റ ബെഡില് ഒരൊറ്റ ക്ലിക്കില് അവർ വരാൻ പാകത്തിൽ നമ്മൾ അത് സെറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെക്കണം. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി, വേറൊന്നുമില്ല. നെക്സ്റ്റ് ഫേസ് ഓഫ് ഡിസാസ്റ്റർ. ഫേസ് ഓഫ് ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ഓരോ ഡിസാസ്റ്ററിനും ഓരോ ഘട്ടമുണ്ട്. ഡിസാസ്റ്ററിന്റെ ഘട്ടങ്ങളാണ് പറയുന്നത്. ഓരോ ഘട്ടങ്ങൾ, ഓരോ ഫേസുകൾ. ഒന്നാമത്തേണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് വെച്ചാൽ എന്താ, മുമ്പ്
അപ്പൊ ദുരന്തത്തിന് മുമ്പുള്ള ഘട്ടം, ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഘട്ടം, അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഹിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അപകട സാധ്യത മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വണ്ടി മറിഞ്ഞു, ഒരുപാട് പേര് വന്നു, അത് നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മള് ഓർക്ക് പെട്ടെന്ന്. പക്ഷെ അത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി അത് മനസ്സിലാക്കി, ഇനി അത് ഏത് സമയത്തും വരാം, നമുക്ക് ഹോസ്പിറ്റലല്ലേ. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം, ഇവാലുവേറ്റ് ചെയ്യണം റിസ്ക്, അപകടങ്ങളെ കുറിച്ച്. ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഹിറ്റ്സ്, നമ്മൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ വിലയിരുത്തുകയും പിന്നെ ആളുകളെ പരിശീലിപ്പിക്കുകയും വേണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണെന്നുള്ള കുറച്ച് ആളുകളെ നമ്മൾ പരിശീലിപ്പിച്ചു, അവർക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ അവരെ ഇടും, അവരെ ഹോസ്പിറ്റലിൽ അവർക്ക് കിട്ടും. അതാണ് ഒരു ബെല്ലടിച്ചാൽ എല്ലാവരും ഒരു ഒറ്റ കിടപ്പിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയണത്. അപ്പൊ അത് പ്രീ ഡിസാസ്റ്റർ ഫേസ്. അതാണ് ഒന്നാം ഘട്ടം. ഒന്നാം ഘട്ടം എന്താ? അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കണം, ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ വിലയിരുത്തി പിന്നെ എന്ത് വേണം, അതിനുള്ള ആളുകളെ നമ്മൾ പരിശീലിപ്പിക്കണം, ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് പീപ്പിൾ അല്ലേ, നമ്മൾ അതിനുള്ള ആളുകളെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇരിക്കണം. അത് നമുക്കൊരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മെമ്പേഴ്സിനെയാണ് അവിടെ ഡിസാസ്റ്റർ അതോറിറ്റി. ആ ട്രെയിനിങ് കൊടുത്ത മെമ്പർ അവിടെ ആയിരിക്കും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിരിക്കും. പിന്നെന്താ? ഡിസാസ്റ്റർ ഫേസ്, അതാ ദുരന്ത സമയത്ത്. ആ ഡിസാസ്റ്റർ ഫേസ് എന്ന് വെച്ചാൽ എന്താ? ആ ദുരന്ത സമയത്ത് അവിടെ എന്താ പറയണേ? ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. ദ പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു ദുരന്തം ഡെവലപ്പ് ആകുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തെ പറയണതാണ് പീരീഡ് വെൻ എ ഡിസാസ്റ്റർ ഡെവലപ്പിംഗ്. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് വെച്ചാൽ ആ ഒരു ദുരന്ത കാലഘട്ടം, ദുരന്തം കഴിഞ്ഞു, ആ ഒരു ദുരന്തം നടന്നു, ആ ഒരു കാലഘട്ടത്തെ പറയണതാണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഇനി നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്താന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് വെച്ചാൽ എന്താ? ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ആളുകളെ ട്രെയിനിങ് കൊടുക്കണം അല്ലെ, അത് മനസ്സിലാക്കി അതിനെ വിലയിരുത്തി നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് ആണ് പ്ലാനിങ്. വേണം, പ്ലാനിങ് ഇല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ പറയാം ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകും എന്ന് ഒരു പ്ലാൻ ചെയ്യാം. പ്ലാനിങ്, ഫസ്റ്റ് വൺ പ്ലാനിങ്. എന്താ പ്ലാനിങ്ങിൽ പറഞ്ഞേക്കണേ? പ്ലാനിങ്ങിൽ പറഞ്ഞേക്കണേ മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് ഈസ് പെർഫോംഡ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ്. ദ ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. എന്താ? ഈ ഡിസാസ്റ്ററിന് മുമ്പുള്ള ഘട്ടത്തില് ഭൂരിഭാഗം ആൾക്കാർ എങ്ങനെ, ഭൂരിഭാഗം ആൾക്കാരും എന്ന് വെച്ചാല് മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ, ഒരുപാട് ആൾക്കാർ അതിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഈസ് പ്ലാനിങ് ആൻഡ് ഈ പ്ലാനിങ് പെർഫോംഡ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ് ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് എല്ലാ ഹോസ്പിറ്റലുകാരും പ്ലാൻ ചെയ്യണം, മുൻകൂട്ടി അത് പ്ലാൻ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തുകയും വേണം. പിന്നെ ഹോസ്പിറ്റൽ പദ്ധതികൾ എന്ത് വേണം? ദ ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള വേണ്ട കാര്യങ്ങൾ, ഹോസ്പിറ്റലിലുള്ള പദ്ധതികളൊക്കെ അവർ തയ്യാറാക്കി റെഡിയാക്കി വെക്കണം. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, എന്താ പ്ലാനിങ്? മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ, എല്ലാ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് പെർഫോംഡ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ്. എന്താ പറഞ്ഞേ? ഈ ദുരന്തത്തിന് മുമ്പുള്ള കട്ടോട് നമ്മൾ പറയണം. അപ്പൊ ദുരന്തത്തിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനൊരു പ്ലാൻ ചെയ്ത് വെക്കുകയും വേണം. അതൊരു ഇവാലുവേഷൻ കൂടുതൽ പ്ലാൻ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അതിനെ കുറിച്ച് വിലയിരുത്തുകയും വേണം. പിന്നെ ദ ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. അതിനുള്ള വേണ്ട കാര്യങ്ങൾ, ആ പദ്ധതി തയ്യാറാക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കി റെഡിയാക്കി വെക്കണം. അത്രേ ഉള്ളൂ പ്ലാനിങ്ങില്. രണ്ടാമത്തെ പോയിന്റ് എന്താ? പ്രിപ്പറേഷൻ ഓഫ് റിട്ടൺ ഡിസാസ്റ്റർ മാനുവൽ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടൺ എന്ന് വെച്ചാൽ എന്താ? പ്രിപ്പറേഷൻ ഓഫ് രേഖാമൂലമുള്ള ദുരന്ത മാനുവൽ തയ്യാറാക്കാം. നമ്മൾ ഇതിലിങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു രേഖ വേണം. നമ്മൾ പറഞ്ഞു എന്തുണ്ടാക്കുമ്പോഴും ഹോസ്പിറ്റലല്ലേ, എന്ത് ദുരന്തം എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ നമ്മൾക്ക് അതിന് തെളിവ് വേണം, അത് രേഖാമൂലമായിരിക്കണം. പ്രിപ്പറേഷൻ തയ്യാറാക്കണം. എന്തെന്നാ? റിട്ടേൺ നമ്മൾ എഴുതി തയ്യാറാക്കണം. ഡിസാസ്റ്റർ മാനുവൽ, ഇതിനൊരു മാനുവൽ ഉണ്ട്. ഈ ദുരന്തം നടന്ന അതിനൊരു മാനുവൽ ഉണ്ട്, അത് നമ്മൾ എഴുതി തയ്യാറാക്കണം. റിട്ടേൺ
ഡിസാസ്റ്റർ മാനുവൽ നമ്മൾ എഴുതി തയ്യാറാക്കണം. വെറുതെ വാക്കാ പറഞ്ഞാൽ പോരാ, എഴുതി തയ്യാറാക്കണം. എങ്ങനെ എഴുതി തയ്യാറാക്കണം? The hospital disaster plan has to be written down in a document form and copies of the same have to be available in all areas of the hospital. എന്താ ഈ ഹോസ്പിറ്റലില് ദുരന്ത പദ്ധതി എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ പ്ലാന് ഒരു ഡോക്യുമെന്റ് ഫോമിൽ എഴുതുകയും അതിന്റെ പകർപ്പുകൾ ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലയിലും കൊടുക്കുകയും വേണം. ഓക്കെ, ഒന്നുകൂടി പറയാ. രണ്ടാമത്തെ പോയിന്റ് എന്താ? പ്രിപ്പറേഷൻ. നമ്മൾ പ്രിപ്പയർ ചെയ്യുക. എന്താ പ്രിപ്പയർ ചെയ്യണ്ടേ? ഒരു റിട്ടൺ ഡിസാസ്റ്റർ മാനുവല്, എഴുതി തയ്യാറാക്കിയ ഒരു ദുരന്തത്തിന്റെ മാനുവല് നമ്മൾ തയ്യാറാക്കാം. അത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് ദ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാൻ ഹാസ് ടു ബി റിട്ടൺ ഡൗൺ, അത് എഴുതി കഴിഞ്ഞിട്ട് അത് ഡോക്യുമെന്റ് ഫോം ആക്കാം. ഡോക്യുമെന്റിൽ ഫോം ആക്കിയിട്ട് അതിന്റെ കോപ്പി എവിടെ കൊടുക്കണം? അതിന്റെ പകർപ്പുകള് ആ ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലയിലും സെയിം ഹാവ് ടു ബി അവൈലബിൾ ഇൻ ഓൾ ദ ഏരിയാസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലയിലും കൊടുക്കണം. ഓക്കെ, ആ ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലയിലും കൊടുക്കണം. കാരണം ഇങ്ങനെ ഒരു ദുരന്തം നടക്കും. ഇത് നമ്മൾ പ്ലാൻ ചെയ്യലാണ്, പ്രിപ്പറേഷൻ തയ്യാറെടുക്കുകയാണ്. നമ്മൾ പറഞ്ഞു പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് പഠിക്കുന്നത്. പ്രീ ഡിസാസ്റ്റർ ഫേസ് പഠിക്കുമ്പോ ദുരന്തം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ പ്ലാൻ ചെയ്തു. ഈ പ്ലാൻ ചെയ്തിട്ട് അത് രേഖാമൂലം എഴുതി തയ്യാറാക്കിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയയിലും കൊടുക്കണം. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു, ഒരു ബെല്ലടിച്ചാൽ, ഒരു ബട്ടൺ ചെയ്താൽ, ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒരു കുടക്കീഴിൽ എന്താ പറഞ്ഞ എല്ലാവരും വരണമെന്ന്. എല്ലാവരും വരണമെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എല്ലാവരും അറിയണ്ടേ? അപ്പൊ നമ്മൾ ഇത് എഴുതി തയ്യാറാക്കി അതിന്റെ ഓരോ കോപ്പി എല്ലാവർക്കും കൊടുക്കാം. എക്സ്റേയിലായാലും ലാബിലായാലും സെക്യൂരിറ്റിയുടെ ഇതിലായാലും എല്ലാവർക്കും ഓരോ കോപ്പി കൊടുക്കാം. ഓക്കെ, ആ ഹോസ്പിറ്റലിലെ ഒരു പുല്ല് പോലും, ഒരു പുൽക്കൊടി പോലും ഈ വിവരം അറിയാതിരിക്കരുത്. എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയാണ്. ഇനി എപ്പം വേണമെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാം. അപ്പൊ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് എഴുതി തയ്യാറാക്കി അതിന്റെ കോപ്പി സെയിം എവിടെ കൊടുത്തു? അവൈലബിൾ ഇൻ ദ ഓൾ ഏരിയാസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയയിലും കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ? സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അത് കൊടുത്തു. നമ്മളിപ്പോ നമ്മൾക്കും കിട്ടി. നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെവിടെ ഇരിക്കണേ? നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. നമ്മളെവിടെ ഇരിക്കണേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റിലല്ലേ ഇരിക്കണേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലാണ് നമ്മൾ ഇരിക്കണേ. അപ്പൊ നമ്മൾക്കും കിട്ടി ഇതിന്റെ ഒരു കോപ്പി അല്ലെ? ആ ഹോസ്പിറ്റലിന്റെ ഓൾ ഏരിയ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും കൊടുക്കും. അറ്റൻഡർ മുതൽ സ്വീപ്പർ മുതൽ ആ ഹോസ്പിറ്റലിന്റെ ടോപ്പ് എവിടെയാണ് അവിടം വരെ ഇത് കിട്ടും. അപ്പൊ അവിടേക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എല്ലാവരെയും വിളിച്ച് അതിനൊരു സ്റ്റാഫ് എഡ്യൂക്കേഷൻ, ആ സ്റ്റാഫിനൊക്കെ ഒരു ക്ലാസ് കൊടുക്കും, ആൻഡ് ട്രെയിനിങ്ങും കൊടുക്കും അല്ലെ? ഇതെങ്ങനെയാണ് നമുക്ക് വരരുത്? ഇനി ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഹോസ്പിറ്റലിൽ ഉണ്ടാവരുത്. ഇറ്റ് ഈസ് എ വെരി നെസസറി ഫോർ ദ സ്റ്റാഫ് ടു നോ അബൌട്ട് ആൻഡ് ഗെറ്റ് ട്രെയിനഡ് ഇൻ യൂസിങ് ദ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ ഓർ എമർജൻസി മാനുവൽ. എന്താ? ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ എമർജൻസി മാനുവലിനെ കുറിച്ച് ജീവനക്കാർക്ക്, അവിടുത്തെ സ്റ്റാഫിന് അറിയേണ്ടതും പരിശീലനം നേടേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് വെരി നെസസറി. ഓക്കെ, ഇറ്റ് ഈസ് വെരി നെസസറി ഫോർ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫ് അറിയണം ഇതിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇവരെല്ലാവർക്കും നോട്ടീസ് കൊടുത്തയച്ചു. ഓക്കെ, നമ്മൾ ഡോക്യുമെന്റിൽ എഴുതി മാനുവൽ തയ്യാറാക്കി എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുത്തു? എന്നിട്ട് ഇവരോട് പറയത് ഫ്രീ ഓരോരുത്തരെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കുറേശ്ശെ ആൾക്കാരെ ഇന്ന സ്ഥലത്തേക്ക് വിളിക്കും. ഒരുമിച്ച് വിളിക്കാൻ പറ്റില്ല, അതൊരു ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ കുറച്ച് പേരെ വിളിക്കും, അവർക്കൊരു ക്ലാസ് കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. ഇറ്റ് ഈസ് വെരി നെസസറി. ഇത് വളരെ എന്താ നെസസറി ആണ്, ആവശ്യമാണ്. സ്റ്റാഫിന് ഗെറ്റ് ട്രെയിനഡ് യൂസിങ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ എമർജൻസി മാനുവൽ. ഇതിനെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫ് അറിയേണ്ടതും പരിശീലനം നേടേണ്ടതും വളരെ ആവശ്യമാണ് എമർജൻസി മാനുവലിനെ കുറിച്ച് അല്ലെ? എന്നിട്ട് എങ്ങനെ? റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആഫ്റ്റർ ഡ്രിൽസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. എന്താ? ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഘട്ടത്തിൽ നമ്മൾ എന്ത് കൊടുക്കും? വൺസ് ദ റെഗുലർ സ്റ്റാഫ്, അവിടെ റെഗുലർ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡെയിലി വന്ന സ്റ്റാഫ് ഉണ്ടാവും. ആ സ്റ്റാഫിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. എങ്ങനെ ട്രെയിനിങ് കൊടുക്കും? ആഫ്റ്റർ ഡ്രിൽ ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. എങ്ങനെ നമ്മൾ കൊടുക്കും? കൃത്യമായിട്ട് ഡ്രിൽ മുഖേന സ്റ്റാഫിന് പരിശീലനം കൊടുക്കും. ആഫ്റ്റർ എന്ന് വെച്ചാൽ എന്താ? കൃത്യമായിട്ട് ഡ്രിൽസ് മുഖേന
ഇതിന് എന്ത് കൊടുക്കും? ക്ലാസ് കൊടുക്കും. പെർഫോം ഇൻ ദിസ് ഫേസ്. ഈ ഘട്ടത്തിൽ എന്ത് വേണം ചെയ്യണം? അതാർക്കാ? റെഗുലർ സ്റ്റാഫിന്. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ? റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആപ്റ്റ് ഡ്രിൽ ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. ഏത് സ്റ്റാഫിനാന്ന് ചോദിക്കും. ആപ്റ്റ് ഡ്രില്ല് ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. ഏത് സ്റ്റാഫിനാ? റെഗുലർ സ്റ്റാഫിന്. അണ്ടർലൈൻ ചെയ്തിടാ റെഗുലർ സ്റ്റാഫ്. മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? മനസ്സിലാവുന്നു? ഓക്കെ. അപ്പൊ റെഗുലർ സ്റ്റാഫിനാണ് എന്ത് മുഖേന കൊടുക്കുന്നത്? റെഗുലർ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കും. ആഫ്റ്റർ ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. ഈ ഘട്ടത്തിൽ വൺസ് ദ ഡിസാസ്റ്റർ പ്ലാൻ ഗെറ്റ് റെഡി, ദ നെക്സ്റ്റ് സ്റ്റേജ് വുഡ് ബി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ദ സ്റ്റാഫ് ഓഫ് ദ ഹോസ്പിറ്റൽ അബൌട്ട് ദ പ്ലാൻ and specific role of each staff member in the event of disaster. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? വൺസ് ദ ഡിസാസ്റ്റർ പ്ലാൻ. നമ്മൾ എന്ത് തയ്യാറാക്കിയത്? ഒരു ദുരന്ത പ്ലാനാ തയ്യാറാക്കണേ. അപ്പൊ റെഡി ആയിട്ടിരിക്കുക. ഒരു ദുരന്ത പ്ലാൻ പദ്ധതി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കണം? അടുത്ത ഘട്ടത്തിൽ ദുരന്തം ഉണ്ടായാൽ ഓരോ സ്റ്റാഫും, ഇപ്പൊ നമ്മളൊരു പദ്ധതി റെഡിയാക്കി, എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു, ഇൻഫോം ചെയ്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു, എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തില്, അടുത്ത ഫേസില് ഒരു ദുരന്തം ഉണ്ടായാൽ ഓരോ സ്റ്റാഫിനും എങ്ങനെ അതിന്റെ പദ്ധതിയെ കുറിച്ചും ഇതെങ്ങനെ ചെയ്യണം നമ്മൾ ക്ലാസ് കൊടുത്തിട്ടില്ലേ, അതിന്റെ പ്ലാന്, പദ്ധതിയെ കുറിച്ചും അതിന്റെ റോളുകളെ കുറിച്ചും, ഒരു സ്പെസിഫിക് റോൾ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു സ്പെസിഫിക് റോള്, പ്ലാൻ ആൻഡ് സ്പെസിഫിക് റോള് അബൌട്ട് എന്തിനെ കുറിച്ച്? അബൌട്ട് ദ പ്ലാൻ, ഒരു പദ്ധതിയെ കുറിച്ചും അല്ലെങ്കിൽ സ്പെസിഫിക് റോൾ, ഒരു പ്രത്യേക എന്തെങ്കിലും റോളിനെ കുറിച്ചും ആ ഹോസ്പിറ്റലിലെ എന്താ ഒരേ സ്റ്റാഫും ആ ഹോസ്പിറ്റലിലും എന്താ ഉണ്ടാവണം? ഹെൽത്ത് സ്റ്റാഫ്, ആരോഗ്യ സ്റ്റാഫ് ആയാലും ഏത് സ്റ്റാഫ് ആയാലും നീഡഡ് ടു പ്ലേ മേജർ റോൾ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റില് അതല്ല പറഞ്ഞ റോൾ ഓഫ് സ്റ്റാഫ് മെമ്പർ ഇൻ ദ ഇവന്റ് ഓഫ് ഡിസാസ്റ്റർ. അവിടെ എന്തെങ്കിലും ഒരു ദുരന്തം അടുത്ത ഘട്ടത്തിൽ സംഭവിച്ചാൽ ഈ എഡ്യൂക്കേഷൻ ആയാലും നമ്മൾ ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫ് ആ സമയത്ത് റെഡി ആയിട്ടിരിക്കണം. ഗെറ്റ് റെഡി അല്ലേ? റെഡി ആയിട്ടിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് കൊടുത്തത്? അവർക്കൊരു ഡിസാസ്റ്റർ പ്ലാൻ കൊടുത്തു ഇല്ലേ? അവരെ വിളിച്ചു വരുത്തി നമ്മൾ അവർക്കൊരു ഡിസാസ്റ്റർ പ്ലാൻ കൊടുത്തു. വൺസ് ദ ഡിസാസ്റ്റർ പ്ലാൻ ഗെറ്റ് റെഡി, ആ പ്ലാൻസ് ഗെറ്റ് റെഡി ആയിരിക്കണം. എപ്പോഴാ? നെക്സ്റ്റ് സ്റ്റേജ്, അടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാൽ അവർക്ക് ആ എഡ്യൂക്കേഷൻ, ആ ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫ് ഹോസ്പിറ്റൽ അബൌട്ട് പ്ലാൻ, അതിനെ കുറിച്ച് എന്തായിരിക്കണം? ഇവന്റ് ഓഫ് എ ഡിസാസ്റ്റർ. അവിടെ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അവരെല്ലാവരും അവിടുത്തെ മെമ്പർ അടക്കം റെഡി ആയിട്ടിരിക്കണം. മോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് അതല്ലേ most of the existing categories of health staff are needed to play major role in the disaster management. അവിടെയാണ് വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റോള്. അതാണ് അളപ്പെടുത്തിക്കോ? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റോൾ അവിടെയാണ് വരുന്നത്. എന്താ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റോള്? അത് അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തിടാ. എന്താ അവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ റോള്? ഈ ഡിസാസ്റ്റർ ദുരന്ത നിവാരണത്തിന് പ്രധാന പങ്ക് വഹിക്കാൻ ആ സമയത്ത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് കാറ്റഗറി ആരാ? എക്സിസ്റ്റിംഗ് കാറ്റഗറി ആരാ? ഹെൽത്ത് സ്റ്റാഫ്. ആ സമയത്ത് നിലവിലുള്ള മിക്ക വിഭാഗത്തിലുള്ള ആരോഗ്യത്തിന്റെ ഹെൽത്ത് സ്റ്റാഫ്. അവിടെ ഡോക്ടർ വരാം, നഴ്സ് വരാം, പിന്നെ ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ലാബിലുള്ള സ്റ്റാഫ് വരാം, എക്സ്റേയിലുള്ള സ്റ്റാഫ് വരാം. ഏത് സ്റ്റാഫ് ആയാലും ആ ഹെൽത്ത് സ്റ്റാഫ്, നിലവിലുള്ള ഹെൽത്ത് സ്റ്റാഫിന്റെ പ്രവർത്തകർ അവരെ എന്താ അവിടെ ആവശ്യമാണ്. ഹെൽത്ത് സ്റ്റാഫ് ആർ നീഡഡ്, അവിടെ ആവശ്യമാണ്. എന്തിനാ? ടു പ്ലേ മേജർ റോൾ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ആ ഒരു ദുരന്തം നടന്നാൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ നഴ്സാണ്, നമ്മളല്ലെങ്കിൽ നമ്മൾ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും ദുരന്തം നടന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ നമ്മൾ അതിനെ കുറിച്ച് അറിയാം. നമ്മൾക്ക് അവര് ട്രെയിനിങ് തന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഒരു ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഏത് സ്റ്റാഫ് ആയാലും നമ്മൾ അവരെ അറ്റൻഡർ ചെയ്യട്ടെ, അവിടുത്തെ ബൈസ്റ്റാൻഡർ ഒരുപാട് ഉണ്ടെങ്കിൽ അവരെ അറ്റൻഡർ മാറ്റട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നമ്മളും അവിടുത്തെ സ്റ്റാഫാണ്. അപ്പൊ നമ്മളാണ് ആ ഹോസ്പിറ്റലിന്റെ ഇത് പോണത്. അപ്പൊ എന്ത് വേണം? അങ്ങനെ എന്തെങ്കിലും ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞേ? മോസ്റ്റ് ഓഫ് ദ എക്സിസ്റ്റിംഗ് കാറ്റഗറീസ്, എന്തെങ്കിലും നിലനിന്ന് അവിടെ എന്തെങ്കിലും വന്നാൽ ഹെൽത്ത് സ്റ്റാഫ്, അവിടുത്തെ ആരോഗ്യ സ്റ്റാഫിന്റെ ആവശ്യം നീഡഡ്
ടു പ്ലേ മേജർ റോൾ ഇൻ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അപ്പൊ അവരെന്താവും, അവര് അവിടെ വർക്ക് ചെയ്യണം, അവരെ ആവശ്യം അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് പ്രധാനപ്പെട്ട റോള് വന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്. അവർക്ക് അവിടെ ആരായി ഡിസാസ്റ്റർ മാനേജ്മെന്റ്? ഹെൽത്ത് സ്റ്റാഫായി അല്ലെ. അവര് നഴ്സാണെന്ന് പറഞ്ഞ് അവിടെ നീങ്ങി നിന്നാ അവര് പറ്റില്ല. പക്ഷെ അവർ ഇതിന്റെ കൂടെ പ്രവർത്തിച്ച് അവിടെ ആ ഒരു ഡിസാസ്റ്ററിന്റെ സമയത്ത് നിന്ന് കഴിഞ്ഞാൽ അവരാരായി? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു അംഗമായിരുന്നു. അവർക്ക് അതിന്റെ മേജർ റോൾ, അവിടെ ഒരു വലിയൊരു പങ്കില്ലേ, അവിടെ ഒരു വലിയ പങ്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ആര് വഹിക്കും? ആ ഹെൽത്ത് സ്റ്റാഫിന്റെ വഹിക്കും. ഓൾ ഓഫ് ദം റിക്വയർ, അവിടെ ആവശ്യമുള്ളത് ടു ബി റെഡി ഫോർ ദ നെസസറി മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ഫോർ എഫക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക്. എന്നുവെച്ചാൽ എന്താ? ഈ ദുരന്തങ്ങൾ, ഈ ഡിസാസ്റ്ററിന്റെ എഫിഷ്യൻസി, ഈ ഡിസാസ്റ്റർ നടന്നതിന്റെ അതിന്റെ ആ ഒരു കാര്യക്ഷമയും ചിട്ടയായ മാനേജ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മാനേജ്മെന്റിനും ആവശ്യമായ എന്തെടുക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ആവശ്യമായ സാങ്കേതിക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെല്ലാം നമ്മൾ തയ്യാറാക്കണം. എന്നിട്ടോ ഒരു പ്രത്യേക എമർജൻസി സാഹചര്യത്തോടു കൂടി ഹോസ്പിറ്റലിന്റെ പ്രതികരണം മികച്ചതാക്കാൻ വേണ്ടി ഒരു സാങ്കല്പിക ഡിസാസ്റ്റർ ഡ്രില്ല് നമ്മൾ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? ഒരു സാങ്കല്പിക ഡിസാസ്റ്റർ ഡ്രില്ല് ഉപയോഗിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഓൾ ഓഫ് ദം റിക്വയർ, നമ്മളെല്ലാവരും റെഡി ആയിട്ടിരിക്കണം ഫോർ ദ നെസസറി മാനേജറിയൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ഓഫ് ദ എഫക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനേജ്മെന്റ് ഓഫ് ഡിസാസ്റ്റർ. മാനേജ്മെന്റ് ആയാലും അവിടുത്തെ ഹെൽത്ത് സ്റ്റാഫ് ആയാലും അറ്റൻഡർ ആയാലും സ്വീപ്പർ ആയാലും എല്ലാവരും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഓൾ ഓഫ് ദം റിക്വയർ ടു റെഡി, നമ്മൾ റെഡി ആയിട്ടിരിക്കണം. നെസസറി മാനേജറിയൽ ആയാലും ടെക്നിക്കൽ സ്കിൽസ്, എഫക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക് മാനേജ്മെന്റ് ഓഫ് ഡിസാസ്റ്റർ. എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ദുരന്ത നിവാരണം ഉണ്ടായ അതിനെ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. എ ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ ഈസ് യൂസ്ഡ് ഇൻ പെർഫെക്റ്റ് ഹോസ്പിറ്റൽ റെസ്പോൺസ് ടു എ പെർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ. ആ സമയത്ത് നമ്മൾ എന്തുപയോഗിക്കും? ഒരു ഫലപ്രദമായ എന്തെങ്കിലും ഇങ്ങനെ ആ ഇതുണ്ടാവാൻ സമയത്ത് നമ്മൾ എന്തുപയോഗിക്കും? ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ ഉപയോഗിക്കും. എന്താ? ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ ഉപയോഗിക്കും. ആ സമയത്ത് ഒരു ഫലപ്രദമായ ഡിസാസ്റ്റർ, ഹൈപ്പോത്തറ്റിക്കൽ എന്താ? ഒരു ഫലപ്രദമായ, നല്ല റിസൾട്ട് കിട്ടണം, ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ആപ്റ്റായത് ഉപയോഗിക്കാൻ പറ്റണ കറക്റ്റ് എന്താ? ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ, ദുരന്തത്തിന്റെ ഡ്രില്ല്. നമ്മളിവിടെ മുന്നേ പറഞ്ഞു, ഒരു ഡ്രില്ലിന്റെ കാര്യം പറഞ്ഞു, ആഫ്റ്റ് ഡ്രില്ല് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ സമയത്ത് ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ ഈസ് യൂസ്ഡ്, നമ്മൾ ഉപയോഗിക്കണം. എന്തിനാ? ടു പെർഫെക്റ്റ് എ ഹോസ്പിറ്റൽ റെസ്പോൺസ് ടു എ പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ. ഒരു യഥാർത്ഥ ബോധവും ഇതുമായ സമ്മർദ്ദം ഉണ്ടാവാനായിട്ട്, മിതമായ സമ്മർദ്ദം നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക, പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ, പ്രത്യേക സമയത്ത് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അതിനാണ് ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ എന്ന് പറയുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് വെച്ചാൽ ഫലപ്രദമായ ഒരു ഡ്രില്ല് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കണം. എന്ത് വേണ്ടിയാ? ആ സിറ്റുവേഷൻ നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ വിളിച്ചു. അപ്പൊ ഹെൽത്ത് സ്റ്റാഫ് ആയാലും സ്വീപ്പർ ആയാലും ഏത് അറ്റൻഡർ ആയാലും ആ സമയത്ത് നമ്മൾ വന്നു, നമ്മളെ കൊണ്ടായ വിധം നമ്മൾ അവിടെ സോൾവ് ചെയ്തു. ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ യൂസ്ഡ് ടു പെർഫെക്റ്റ് ഹോസ്പിറ്റൽ റെസ്പോൺസ്, ആ ഹോസ്പിറ്റലിന്റെ പ്രതികരണം പർട്ടിക്കുലർ എമർജൻസി സിറ്റുവേഷൻ, ഒരു പ്രത്യേക എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യാം, അവരെ കൂടെ നിൽക്കാം നമ്മൾ. ആൻഡ് എഫക്റ്റീവ് ഡിസാസ്റ്റർ ഡ്രിൽ ഹാസ് ടു ബി റിയലിസ്റ്റിക്, ഇന്ററാക്റ്റീവ് ആൻഡ് മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ ഫോർ ദ പാർട്ടിസിപ്പൻസ്. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ആൻഡ് എഫക്റ്റീവ് ഡിസാസ്റ്റർ, എഫക്റ്റീവ് ആയത് എന്തെങ്കിലും ദുരന്തം, ഡ്രില്ല് ഹാസ് ടു ബി റിയലിസ്റ്റിക്. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ? ഫലപ്രദമായ ആ ഡ്രില്ല് ഉപയോഗിക്കണം എന്ന് പറഞ്ഞല്ല. അങ്ങനെയാണെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടും മിതമായ സമ്മർദ്ദം ഉണ്ടായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. എഫക്റ്റീവായ ഡിസാസ്റ്റർ ഡ്രില്ല് റിയലിസ്റ്റിക് ആയിരിക്കണം, യഥാർത്ഥത്തിലായിരിക്കണം. നമ്മൾ ആ ഉപയോഗിക്കുന്നത് എങ്ങനെയായിരിക്കണം? റിയലിസ്റ്റിക് ആയിരിക്കണം, ഇന്ററാക്റ്റീവ് ആയിരിക്കണം. അവരിൽ നിന്ന് നമ്മൾ ഇടപഴകിയിട്ട്. ഓക്കെ, അതും പറഞ്ഞവരെ നമ്മൾ ഓടിപ്പിച്ച് നിങ്ങൾ അവിടെ മാറുന്നു പറഞ്ഞത് ഒരു ചൂരിലെടുത്തുന്നത് തല്ലിയൊന്നുമല്ല നമ്മൾ ബൈസ്റ്റാൻഡർ ചെയ്യണ്ടേ. അവരെ ഇടയിലോട്ട് ഇറങ്ങി ചെന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട്, മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ ഫോർ ദ പാർട്ടിസിപ്പൻസ്. അവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? എങ്ങനെ? സ്ട്രെസ്ഫുൾ എന്ന് വെച്ചാൽ എന്താ? പിരിമുറുക്കം, അല്ലെ മോഡറേറ്റ്ലി എന്ന് വെച്ചാൽ മിതമായിട്ട്, അവരോട് ഒരു മിതമായ ഭാഷയിൽ സംസാരിച്ചിട്ട്. ഇവിടെ തിരക്ക് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ നല്ല രീതിയിൽ അവരോട് സംസാരിക്കാം. ബൈസ്റ്റാൻഡർ ഒക്കെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ബൈസ്റ്റാൻഡർ അവിടെ കിടന്ന് കറച്ചിലും ബഹളവും ഒച്ചയും അതൊക്കെയൊന്നും മാറുണ്ടാവില്ല. ആ
എൻട്രി സമയം അവിടെ തന്നെ നിൽക്കും. അപ്പൊ നമ്മൾ അവരോട് നല്ല രീതിയിൽ അവരെടുത്തിറങ്ങിച്ചല്ല, അവരെ കൂടെ നമ്മൾ അവരുടെ വിഷമങ്ങളിലോട്ട് അവരെ കൂടെ ഇറങ്ങി ചെന്നിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒച്ചെടുത്തുന്നുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ അവരോട് ഇടപഴകിയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് ഇടപഴകി മിതമായ രീതിയിൽ, മോഡറേറ്റ്ലി എന്ന് വെച്ചാൽ മിതമായ രീതിയിൽ നമ്മൾ അവരെ ആ ഭാഗം അവരുടെ പാർട്ടിസിപ്പൻസ് അവരുടെ നല്ല കൈകാര്യം ചെയ്യാം. പിന്നെന്താ, ദ ഒബ്ജക്റ്റീവ് ഓഫ് മോക്ക് ഡ്രിൽസ് ഈസ് ടു അസസ് ദ എമർജൻസി preparedness plan of the organization and scrutinize the standard operating procedure so that the concerned persons would perform their duties in an effective manner while keeping in cognizance of life and property. എന്ന് വെച്ചാൽ എന്താ, നമ്മളിവിടെ മോക്ക് ഡ്രില്ലിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ നേരത്തെ ഡ്രിൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യം എന്താ, നമ്മൾ മോക്ക് ഡ്രില്ല് ഉപയോഗിക്കുന്നത്, മോക്ക് ഡ്രില്ല് ഓർഗനൈസേഷന്റെ എമർജൻസി എന്തെങ്കിലും പ്രിപ്പയർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി വിലയിരുത്താനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗിന്റെ നടപടിക്രമം സൂക്ഷ്മമായി പരിശോധിക്കാനുമാണ്. അപ്പൊ അതിനാൽ ഈ ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തികൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ജീവനും സ്വത്തിനുമുള്ള ധാരണയിൽ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കും. എന്ന് വെച്ചാൽ എന്താ, ഒന്നുകൂടി ഞാൻ പറയാം. എഫക്റ്റീവ് ഡിസാസ്റ്റർ ഇത് കഴിഞ്ഞു, മോക്ക് ഡ്രില്ല് ഒബ്ജക്റ്റീവ് ഓഫ് മോക്ക് ഡ്രിൽ. ഇപ്പൊ മോക്ക് ഡ്രില്ല് നമ്മൾ പറഞ്ഞു ഡ്രില്ലിന്റെ കാര്യം. അപ്പൊ മോക്ക് ഡ്രില്ല് നമ്മുടെ അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ലക്ഷ്യം എന്താ, ഈ സക്സസ് ദ എമർജൻസി പ്രിപ്പയർ. അവിടെ എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്താ പ്ലാനിന് നമ്മൾ തയ്യാറെടുപ്പ് നടത്താം, പ്രിപ്പയർനെസ് നടത്താം, എന്നിട്ട് അതിനൊരു സംഘടിക്കുക ഓർഗനൈസേഷൻ ചെയ്ത്. പിന്നെന്താ, operating procedure so that concerned persons would perform their duties effective manner while keeping മറ്റേ കോഗ്നിസൻസ് എന്ന് വെച്ചാൽ എന്താ, അറിവ്, ലൈഫ് ഓഫ് പ്രോപ്പർട്ടി. കോഗ്നിസൻസ് എന്താ, അറിവ്. ഓക്കെ, കിട്ടിയ. അപ്പൊ നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചാല് നമ്മൾ ഈ തിക്കും തിരക്കിൽ നമ്മൾ അവരോട് ഇടപഴകി, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പോയിന്റ് മുമ്പത്തേൽ പറഞ്ഞു, അവരോട് ഇടപഴകി മോഡറേറ്റിലായി അവർ മിതമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു സംസാരിച്ച് അവിടെ നമ്മൾ കറക്റ്റ് രീതിയിൽ എടുക്കാം. അപ്പൊ ഈ ഇതിൽ എടുക്കുമ്പോൾ അവിടെ അവരുടെ ഒരുപാട് പേര് അവരുടെ ജീവന് വേണ്ടിയിട്ടായാലും അവരുടെ സ്വത്തിനു, ഇപ്പൊ ഒരുപാട് പേരുടെ സ്വത്തിനെന്ന് പറയാൻ കാരണം എന്താ, അവരുടെ പേഷ്യൻസ് അവരുടെ ജീവന് സ്വത്തിനും വിലയുണ്ടെന്ന് പറയാനായിട്ട് പേഷ്യൻസ്, ഇപ്പൊ ഒരുപാട് പേഷ്യൻസ് അവിടെ വരുമ്പോൾ എന്തെങ്കിലും അല്ലെങ്കിൽ അവരെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ സംരക്ഷിക്കുക. അവരെ പേഷ്യൻസ് വരുന്ന ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് ആയി വരുമ്പോ നമ്മൾ അവരെ സ്വർണ്ണം ഉണ്ടാകുന്നുണ്ടോന്നൊന്നും നമ്മൾ നോക്കില്ല, നമ്മൾ അവരുടെ ജീവൻ രക്ഷിക്കും. പക്ഷെ ബൈസ്റ്റാൻഡർ നമ്മൾ അവരുടെ കാര്യങ്ങൾ, ഒരു പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങൾ, അവരെ ജീവന് നോക്കണം. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ഓർണമെന്റ്സ്, അവരുടെ ഗോൾഡ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ധാരണയിൽ നമ്മുടെ കർത്തവ്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഫക്റ്റീവ് മാനർ വൈ കീപ്പിംഗ് കോഗ്നൈസിങ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, നമ്മളുടെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും, അവരുടെ സ്വത്ത് എന്ന് പറയണത് അവരുടെ ഒരു ആക്സിഡന്റ് ആയി വരുമ്പോൾ നമ്മൾ കമ്മൽ ഊരി വെച്ചാൽ കമ്മലൊന്നും ഇല്ലാണ്ട് ആക്സിഡന്റ് ആയി തന്നെ. ഞാൻ ഹോസ്പിറ്റലിൽ പോയിടുന്നു, നമ്മൾ പറയണില്ല, നമ്മളെല്ലാരും വിട്ട് നടക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കണേന്ന് അറിയില്ല. അതുപോലെ ഹോസ്പിറ്റലിൽ ചെന്ന് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഹോസ്പിറ്റലുകാർ തന്നെ അവരുടെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം, അവരുടെ അതിൻ്റെതായ രീതിയിൽ ജീവനും രക്ഷിക്കണം. അതുപോലെ തന്നെ അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ ശരീരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി അവരുടെ ജീവൻ സ്വത്തിനും നമ്മൾ ഒരു കാവലാളായിട്ടിരിക്കണം. ഓക്കെ, അതൊക്കെ ഇതിൽ പറഞ്ഞത് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ. അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നുമില്ല, ഞാൻ ആ പറഞ്ഞത് മാത്രം പോയിന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞ ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ യൂസ്, അത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ സിറ്റുവേഷൻ വരെ, എമർജൻസി സിറ്റുവേഷൻ വരെ അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ഓക്കെ അല്ലേ, അത് അണ്ടർലൈൻ ചെയ്തിട്ടാ. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിൽ ഇമ്പോർട്ടന്റ് ഇല്ല. പിന്നെ മുകളിൽ പറഞ്ഞതൊക്കെ ഉള്ളൂ, താഴെ അങ്ങനൊന്നും ഇല്ല. അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാ പറഞ്ഞേക്കണം. അവരെ പരിശീലിപ്പിക്കണം എന്ന് പറഞ്ഞല്ല, അവരെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പരിശീലിപ്പിക്കേണ്ട ക്ലാസ് എങ്ങനെ കൊടുക്കണം, നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മളുടെ ആ സമയത്ത് യുക്തിസംബന്ധമായിട്ട് ചെയ്യാം. നമ്മൾ ആരും മാറി നിൽക്കില്ലല്ലോ, നമ്മൾ മാറി നിൽക്കോ ഇല്ല. നമ്മൾ വലിയൊരു പൊസിഷനിൽ ഇരിക്കാനാണ്, ഞാനൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, അവിടെ എന്തെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങി വരാം, അവരോടൊപ്പം തന്നെ അവരുടെ കൂടെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ആ തിക്കും തിരക്കിൽ നിന്ന് നമ്മൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ അവരുടെ പേഷ്യൻസ് ചിലപ്പോൾ അബോധാവസ്ഥയിലായിരിക്കും,
ആക്സിഡന്റ് ഒക്കെ വന്നു കിടക്കുന്ന പേഷ്യന്റ്. അപ്പൊ അവർ ഒരുപാട് ഗോൾഡും മാലയും അങ്ങനെ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് വന്നേക്കണായിരിക്കും. ആ സമയത്ത് അവർക്ക് ബോധമില്ല എന്നും പറഞ്ഞ് നമ്മളതൊന്നും ഊരിയെടുക്കാനൊന്നും പാടില്ല. അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ഊരി നമ്മളുടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എല്ലാ ഓർണമെന്റ്സും ഊരിയിട്ട് അവരെ വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കും. അപ്പൊ നമ്മള് അതൊക്കെ കറക്റ്റ് രീതിയിൽ അവരെ വേണ്ടപ്പെട്ടവർ ആരാണെന്നുള്ള രീതികളൊക്കെ കറക്റ്റ് ഏൽപ്പിക്കണം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. വേറെ പോയിന്റ്സ് ഒന്നും അതിലില്ല. ഓക്കെ എന്നാ അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ട്രെയിനിങ് ഫോർ പ്രിപ്പയർഡ് ഷുഡ് ഇൻക്ലൂഡ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പേരെന്നാ? ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വായിച്ച് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. താങ്ക് യു.